ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് ജെർമിൻ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എ ബിഗ് വാം വെൽക്കം ടു അവർ ഫാമിലി. എന്താണ് വിശേഷം, എന്താണ് എൻ്റെ വിശേഷം, എന്താണ് നമ്മുടെ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റ വിശേഷം ഇപ്പോൾ ഉള്ളൂ. അതെ, ഓണമാണ് നമ്മുടെ വിശേഷം. നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ലുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. മേക്കപ്പ് ഓണം ആയതുകൊണ്ട് തന്നെ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്നെനിക്ക് തോന്നി. ഇത് ശരിക്കും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ എന്ന് പറയാനും പറ്റത്തില്ല. ഞാനെങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഡെയിലി മേക്കപ്പ് അല്ല, ഞാനൊരു ഇതേപോലെ എന്തെങ്കിലും ഇവൻറ്റ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യുന്ന ഒരു മേക്കപ്പാണ്. ഡെയിലി മേക്കപ്പിൽ നിന്നും കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന, കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ മിനുക്ക് പണികൾ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്ക്. ഇത് തികച്ചും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് വെച്ചിട്ട് എങ്ങനെ ഒരു നല്ല അടിപൊളി ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇത്. ഇത് ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന വീഡിയോ അങ്ങനെയൊന്നുമല്ല. ഞാൻ അങ്ങനെ പ്രൊഫഷണലായി പഠിച്ച ഒരാളൊന്നുമല്ല. പക്ഷേ മേക്കപ്പ് ചെയ്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, എനിക്ക് വർക്കൗട്ടായ കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്തിട്ടുള്ളൊരു ചെയ്തെടുക്കുന്ന ഒരു ഗ്രാൻഡ് ലുക്കൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധാരണമായിട്ട് നല്ല രീതിയിൽ ഒരുങ്ങാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. സിമ്പിൾ മേക്കപ്പ് ഓണം ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ സ്കിൻ പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രോജീനേൻ്റെ ഹൈഡ്രാ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസറാണ്. ഇത് ഭയങ്കര നല്ല മോയ്സ്ചറൈസറാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ, സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലും ഇത് നല്ലതാണ്. കാരണം എനിക്ക് നോർമൽ ടു ഡ്രൈ സ്കിന്നായിരുന്നു. എൻ്റെ മുഖത്ത് ഒരു പിമ്പിളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ അടുത്തായിട്ട് കുറച്ച് പ്രൊഡക്റ്റ് മാറ്റി യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മുഖത്ത് നിറച്ച് പിമ്പിൾസ് ആയിരുന്നു. സ്കിന്നിൻ്റെ ടൈപ്പ് മാറി, പെട്ടെന്നത് ഓയിലി സ്കിന്നായി. എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഓയിൽ ഇങ്ങനെ എന്താ പറയുക, തുളുമ്പാൻ തുടങ്ങി. അങ്ങനെ അന്ന് ആ ഒരു ടൈമിൽ ഞാൻ കുറേ മോയ്സ്ചറൈസർ ട്രൈ ചെയ്ത് അവസാനം എനിക്ക് കിട്ടിയ മോയ്സ്ചറൈസറാണ് ഇത്. ഇത് യൂസ് ചെയ്യുന്ന 2-3 പേര് പറഞ്ഞു അവർക്ക് ഇതേപോലെ ഓയിലി സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നുമാണ്. അപ്പോൾ അവർ യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഞാൻ ഇതിലേക്ക് എത്തിയത്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ അത്യാവശ്യം എന്താ പറയുക, സ്കിന്ന് കുറച്ചും കൂടെ ഭേദമുണ്ട്. ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് കുറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നാലും ഈ ഒരു കണ്ടീഷനിൽ നന്നായിട്ട് സ്കിന്നിനെ പ്രെപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ ജെനുവിൻ റിവ്യൂ ആണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഇതേപോലെ ബ്രേക്ക് ഔട്ട്സൊക്കെ വരുന്ന സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ് എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റിൽ, അതായത് ഫൗണ്ടേഷനിലൊക്കെ SPF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിലും SPF ഇല്ല, അതുകൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഇത് അക്വലോജിക്കേൻ്റെ സൺസ്ക്രീനാണ്. എനിക്കങ്ങനെ അതിൽ നിന്ന് നോക്കിയിട്ട് ചെയ്യാൻ എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയൊരു കണ്ണാടി യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാനങ്ങനെ ഫിംഗർ റൂളൊന്നും യൂസ് ചെയ്തിട്ടൊന്നുമല്ല അപ്ലൈ ചെയ്യുന്നത്. ഇടയ്ക്ക് അങ്ങനെ ചെയ്യും, ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 പ്രൊഡക്റ്റ് മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നിറച്ച് കുരുവായെന്ന്. അതിലൊരു പ്രൊഡക്റ്റ് സൺസ്ക്രീനാണ്. എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സൺസ്ക്രീൻ തീർന്നപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു സൺസ്ക്രീൻ മേടിച്ചിട്ട് യൂസ് ചെയ്തതാണ്. അത് പക്ഷേ എന്തോ എൻ്റെ സ്കിന്നുമായിട്ട് സെറ്റായില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുൾ മുഖത്ത് നിറച്ച് കുരുവായിരുന്നു. ഒരു മീൻസ് എല്ലാ സൈഡിലും കുരുവായിരുന്നു. അതിൻ്റെയൊക്കെ കുറേ മാർക്സ് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ഓരോന്ന് വരുന്നു, ഓരോന്ന് അപ്പം തന്നെ പോകുന്നു. എന്നാലും ചെറിയ ഫേസ് പാക്കും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ബോധേഡ് ആകുമ്പോൾ അതിന് തിരിച്ച് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ വഴിക്ക് വിടുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, സമാധാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സമയത്ത് ഞാൻ ഭയങ്കര വെറീഡായിരുന്നു. പെട്ടെന്ന് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക്
എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കോൺഫിഡൻസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് ശീലമായി. ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യാതെ വിടുന്നു. അപ്പോൾ അതങ്ങനെ പ്രപ്പ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പ്രൈമറാണ്. ഇത് സ്മാഷ് ബോക്സിൻ്റെ പ്രൈമറാണ്. വളരെ ഒരുപാട് റിവ്യൂസൊക്കെ കേട്ടിട്ട് ഞാൻ മേടിച്ചൊരു പ്രൈമറാണ്. നല്ല പ്രൈമറാണ്. ആ റിവ്യൂസൊക്കെ നല്ലതായിരുന്നു. എനിക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. എനിക്കൊരു അബദ്ധധാരണയുണ്ടായിരുന്നു. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഇറക്കുന്നതാണ്. എല്ലാം അങ്ങനെ മേടിച്ച് യൂസ് ചെയ്യണ്ട എന്നൊക്കെ ഒരു എന്താ പറയുക, ഒരു അബദ്ധധാരണയുണ്ടായിരുന്നു. അപ്പോൾ അതിൽപ്പെട്ട ഒരു സാധനമാണ് പ്രൈമർ. ഞാൻ പ്രൈമർ യൂസ് ചെയ്യാറേ ഇല്ല. അപ്പോൾ ഈ ഓയിലി സ്കിന്നായി എൻ്റെ മുഖത്ത് നന്നായിട്ട് കുരുക്കളൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് പോർസും വന്നു. കുറച്ചും കൂടെ ടെക്സ്ചേർഡായി സ്കിന്നൊക്കെ. അപ്പം ഞാൻ യൂസ് ചെയ്ത് നോക്കിയൊരു സാധനമാണ് പ്രൈമർ. പക്ഷേ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. നമുക്ക് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഡിഫറൻസ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് ഇത് യൂസ് ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ മേക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ലുക്ക് തരാനായിട്ട് ഈ പ്രൈമർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പോർസൊക്കെ ഉണ്ടെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊരിക്കലും സ്കിപ്പ് ചെയ്യില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് വേണ്ട സ്ഥലത്ത് എവിടെയാണോ അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡിൽ ഇവിടെ കുറച്ചധികം പോർസ് ഉണ്ട്, അതേപോലെ ഇവിടെയും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതൊരു ലൈറ്റ് യെല്ലോ കളറാണ്, ഒരു പെയിൽ യെല്ലോ കളറാണ് ഈ പ്രൈമറിന് വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൈമർ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് കുറച്ച് നല്ല പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലും സാധനം നല്ലത് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് സ്മാഷ് ബോക്സിൻ്റെ സാധനം മേടിച്ചത്. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവാണ്. എനിക്ക് തോന്നുന്നു 2000 സംതിങ് അങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു പ്രൈമറിൻ്റെ വില. എൽഫിൻ്റെ പ്രൈമറും നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പ്രൈമർ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പ്രൈമർ ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റിൽ പറയാം. നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. മതി. ഞാൻ അവിടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എൻ്റയർ ഫേസിലേക്ക് ഇടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇതെന്താ പറയുക, ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെയ്ത് പഠിക്കുന്നൊരു സംഭവമാണ്. ചിലവർക്ക് വർക്കൗട്ട് ആവുന്ന സംഭവങ്ങൾ നമുക്ക് വർക്കൗട്ട് ആവണമെന്നില്ല. നമുക്ക് വർക്കൗട്ട് ആവുന്നത് അവർക്ക് വർക്കൗട്ട് ആവണമെന്നുമില്ല. അപ്പോൾ ചെയ്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഇതാണ് നമുക്ക് പറ്റിയത്, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിരിക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പിൽ മാറ്റങ്ങൾ വരുത്തുക. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കറക്റ്ററാണ്. എനിക്കിവിടെ കുറച്ച് നിങ്ങൾക്ക് കണ്ടാലറിയാം എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ കൺസീലർ മാത്രം വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചിങ്ങനെ ഡാർക്കായിട്ടിരിക്കും. അപ്പോൾ ഞാനിത് എല്ലേ ഗേളിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ചില സമയത്ത് എനിക്ക് ഡാർക്കായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചില സമയത്ത് യൂസ് ചെയ്യാറില്ല. ഭയങ്കര കുരുക്കളുള്ള സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഒരു ബ്ലെൻഡർ എടുത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നല്ലത് കൈ കൊണ്ട് ചെയ്യുന്നത്. ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ കറക്റ്റർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലിട്ടത് കുറച്ചൊന്ന് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് എക്സ്ട്രാ ഉള്ളത് വൈപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് കൺസീലറാണ്. ഞാൻ 2 കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇവിടുത്തെ ഷെയ്ഡും വേറെ വേറെ ആയതുകൊണ്ട്, അതായത് എൻ്റെ അണ്ടർ ഐയിലെ ഷെയ്ഡും സ്കിന്നിൻ്റെ ഷെയ്ഡും വേറെ വേറെ ആയതുകൊണ്ട് അണ്ടർ ഐ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷെയ്ഡും, അതല്ലാണ്ട് ബാക്കിയുള്ള എൻ്റയർ ഫേസ് വേറൊരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നാർസിൻ്റെ കൺസീലറാണ്. അത്യാവശ്യം നല്ല കവറേജ് തരുന്ന നല്ലൊരു കൺസീലറാണ്. ഇത് വന്നിട്ട് ടാർട്ടിൻ്റെ കൺസീലറാണ്. ഇതൊരു മിനി സൈസാണ്. ഞാൻ ഇവിടുത്തെ സെഫോറിയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാനിത് കണ്ണിൻ്റെ അടിയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു മിനി സൈസാണ് മേടിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ദിവസവും ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് കൺസീൽ ചെയ്തിട്ട് ഇറങ്ങാറില്ല. ചില സമയത്ത് ഞാൻ ഈ സെയിം സാധനം തന്നെയാണ് മൊത്തത്തിൽ യൂസ് ചെയ്യാറ്.
അതുകൊണ്ട് ഞാനിതൊരു മിനി വേർഷനാണ് മേടിച്ചിട്ടുള്ളത്. ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നമ്മൾ വലിയൊരു സാധനം മേടിച്ചിട്ട് വെറുതെ ഇങ്ങനെ വെച്ച് കൊണ്ട് അവസാനം കളയുന്നതിനെക്കാട്ടും നല്ലത് ചെറിയൊരു സാധനം മേടിച്ചിട്ട് നമുക്ക് വേണ്ട സമയത്ത് യൂസ് ചെയ്ത് ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും ഉണ്ട്, വേസ്റ്റാക്കി കളയുകയും വേണ്ട. ഇത് ഭയങ്കര എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടും എനിക്ക് തോന്നി. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ അണ്ടർ ഐ കൺസീൽ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഇത്രയും പ്രശ്നമൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. പണ്ട് മുതലേ ഇങ്ങനെ സ്പെക്സ് വെക്കുന്നത് കൊണ്ടും ഉറക്ക രീതിയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടും എനിക്ക് നന്നായിട്ട് അണ്ടർ ഐ പ്രോബ്ലം ഉണ്ട്. ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ചെയ്യാം. ഒരു പൊടിക്കും കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നേ. ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ട് അതുപോലെ മറ്റേ കണ്ണിൽ ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഓറഞ്ച് ആയിട്ട് കിടക്കുന്ന കണ്ടിട്ട് ആരും പേടിക്കണ്ട. നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് ഡോട്ട് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അണ്ടർ ഐ കൺസീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഫേസിലേക്ക് കൺസീൽ ചെയ്യാൻ വേണ്ടി പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാർസിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കൺസീലർ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പോകാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് ഇങ്ങനൊരു ഇവൻ്റ് ആയതുകൊണ്ട്, ഇവൻ്റ് അല്ല മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് കൺസീലർ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ കുരുക്കളുണ്ട്. കുരുക്കളല്ല, കുരു വന്നതിൻ്റെ പാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് പെൻസിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടേക്കാണ് സ്പോട്ടുള്ളത്, അതായത് നമുക്ക് കറുത്ത കളറായിട്ട് അല്ലെങ്കിൽ കുരു വന്നതിൻ്റെ പാട്, അങ്ങനത്തെ എന്തെങ്കിലും പാടുകളൊക്കെ എവിടെയാണുള്ളത് അവിടെ വേണം നമ്മൾ കൂടുതലായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മുഖത്ത് അത്യാവശ്യം നന്നായിട്ട് പാടുള്ളത് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിതിനി ബ്ലെൻഡ് ചെയ്യാം. ഇപ്പം കുറച്ചൊക്കെ മറ്റേ കറക്റ്റ് ചെയ്ത സംഭവം കുറച്ച് കുറഞ്ഞില്ലേ, നമ്മളിനി ബാക്കി ഫൗണ്ടേഷനും കൂടെ ഇടുമ്പോൾ ഇതിങ്ങനെ സെറ്റായി തരും. അപ്പോൾ നമ്മൾ കൺസീലറൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ ഒരു ഓറഞ്ച് കറക്റ്ററിൻ്റെ ഷെയ്ഡൊക്കെ കുറച്ചൊക്കെ മാഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ഫൗണ്ടേഷനും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അത് കുറച്ചും കൂടെ നല്ലൊരു ലുക്കായിട്ട് വരും. അത്യാവശ്യം എൻ്റെ കുരുക്കൾ ഇതുപോലെ പാടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഡിമ്മായിട്ടുണ്ട്. എപ്പോഴും ഭയങ്കര കുറച്ച് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി ബിൽഡ് ചെയ്ത് പോകുക. അതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുവാണ്. ഞാനിവിടെ എടുക്കുന്നത് മേക്കപ്പ് ഫോർ എവർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ HD സ്കിൻ ഹൈഡ്രാ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇത് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് സെഫോറയാണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ ചെക്ക് ചെയ്തിട്ട് നൈക്കയിൽ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഇതൊരു ഹൈ കവറേജ് തരുന്ന ഫൗണ്ടേഷനാണെന്ന് ഞാൻ പറയില്ല. ഒരു ലൈറ്റ് ടു മീഡിയം രീതിയിൽ കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഹൈ കവറേജ് തരുന്ന ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര തിക്കായിട്ട് മേക്കപ്പ് ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവമാണ് യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം കൈൻ്റെ ബാക്കിൽ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയല്ല, വെറും ഫൗണ്ടേഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം നമുക്ക് റീ അപ്ലൈ ചെയ്യാം. ഇതേപോലെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ചുമ്മാ അങ്ങനെ വേഗം ഇട്ട് പോകാൻ സുഖം. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിടാൻ എനിക്കങ്ങനെ അറിയില്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്, ഒരുപാട് ടൈം ഇങ്ങനെ എടുക്കും.
ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ചും കൂടി എടുത്തിട്ട് എൻ്റെ മാർക്കുള്ള ഏരിയയിൽ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ളൊരു ലെയർ ഭയങ്കര ചെറിയ എമൗണ്ടിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നമുക്കിനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബേസായിട്ട് ചെയ്യേണ്ട എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകാം. എനിക്കങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ട് ഐ ലുക്ക് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് അറിയത്തില്ല. വളരെ സിമ്പിളായിട്ട് ചെറിയൊരു എന്താ പറയുക, കളർ ടോൺ ആഡ് ചെയ്ത് കണ്ണെഴുതി പോകാനാണ് എനിക്ക് അറിയുന്നത്. ഞാൻ അങ്ങനെ യൂഷ്വലി ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ലുക്ക് തന്നെ ഇതിനകത്ത് പിടിക്കാം. ആദ്യം നമുക്ക് ഈ സെൻറ്ററിലുള്ള ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുത്തിട്ട് ബാക്കി കളർ വെച്ചിട്ട് ബിൽഡ് ചെയ്യാം. കണ്ണടയ്ക്കുക. ഞാൻ ഇവിടെ കണ്ണിൻ്റെ ജസ്റ്റ് മുകളിലായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. എൻറ്റയർ ആ കണ്ണിൻ്റെ പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതുപോലെ തന്നെ മറ്റേ കണ്ണിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊട്ടിക്കളയാൻ വേണ്ടി നോക്കണം, അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് ആകും. ഇനി വന്നിട്ട് നമുക്ക് ഈ ലൈറ്റ് പിങ്ക് അല്ല, ഈ ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് ഇതുപോലെ കുറച്ചെടുത്തിട്ട് കൊട്ടിക്കളയുക. കണ്ണാടി എടുക്കുക. എനിക്ക് അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വന്നിട്ട് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു എൻഡിങ് ഭാഗം ഉണ്ടല്ലോ, അവിടെ മാത്രം വളരെ ലൈറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നിങ്ങൾ കണ്ടോ, 2 കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ബ്രൗണും ഒരു പിങ്ക് ടോണും. ഡാർക്ക് പിങ്ക് അല്ല, എന്നാൽ ഭയങ്കര ലൈറ്റ് പിങ്കും അല്ലാത്ത ഒരു ന്യൂട്രൽ പിങ്ക് വരുന്നൊരു ടോണ്. എനിക്ക് ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ മുകളിലത്തെ ഒരു കളർ ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്താൽ മാത്രം മതി, ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കണ്ട. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വളരെ ന്യൂട്രലായിട്ടുള്ള ബ്രൗൺ ബേസായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ മാത്രം വരുന്ന രീതിയിൽ പിങ്ക് ടോൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇനിയും ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാം. പക്ഷേ ഇന്ന് എനിക്ക് വളരെ കുറച്ചും കൂടെ എന്താ പറയുക, മിനിമലായിട്ടുള്ള ലുക്ക് മതി. അപ്പം ഞാൻ 2 കളർ യൂസ് ചെയ്തിട്ട് വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐബ്രോ ചെയ്യാൻ വേണ്ടി പോകാം. ഇത് ബെനഫിറ്റിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഭയങ്കര നല്ല ഒരു ഐബ്രോ പെൻസിലാണിത്. ഇത് വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ബ്ലാക്ക് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ലൈറ്റ് ബ്രൗൺ യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ബ്ലാക്കാണ് യൂസ് ചെയ്തത്. ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ എന്നുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കര കട്ടിയായിട്ട് വരും. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യാം. അല്ല കുറച്ചും കൂടി നാച്ചുറൽ ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ സാധനം വെച്ചിട്ട് സ്പൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കാം. മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് ഒന്ന് കുറച്ച് കയറി നിൽക്കണം എന്ന് എനിക്കുണ്ട്. അപ്പം ഞാൻ ആ പോയിൻ്റിൽ നിന്നാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് വരച്ചു കൊടുക്കും. എന്നിട്ട് ചുമ്മാ സ്ട്രോക്സ് വരയ്ക്കും. ഇങ്ങനെ ചുമ്മാ ഓരോ സ്ട്രോക്സ് വരയ്ക്കും. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ ഇനി നെക്സ്റ്റ് കണ്ണിലേക്ക് പോവുകയാണ്. ഇനി വന്നിട്ട് ഇതേപോലെ ഈ 2 സെൻറ്റർ പാർട്ട് ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. ഭയങ്കരമായിട്ട് സ്ട്രോക്ക് പോലെ വരയ്ക്കരുത്, പിന്നെ അത് നമുക്ക് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ഫോഴ്സ് കുറഞ്ഞിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ കണ്ണ് എഴുതാൻ വേണ്ടി പോക്കുവാണ്. ഞാൻ ജസ്റ്റ് ഒരു ഐലൈനർ ഇട്ടിട്ട് താഴെയും എഴുതാറാണ് പതിവുള്ളത്. നമുക്കിന്ന് ഐലൈനർ ആദ്യം കൊടുത്തിട്ട് പിന്നെ ഇത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഐ പെൻസിലാണ്. അപ്പം നമുക്കിത് ആദ്യം കൊടുത്തിട്ട് ഐലൈനർ ആദ്യം കൊടുത്തിട്ട് ഐ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിന് മുകളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. എനിക്ക് അത് നോക്കിക്കൊണ്ട് ചെയ്യാൻ എനിക്കറിയത്തില്ല, അതുകൊണ്ട് ആസ് യൂഷ്വൽ ഞാൻ ഇതിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഐലൈനർ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ലൈറ്റായിട്ട് മുകളിൽ മാത്രം ഞാൻ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ ഐ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി പോവാണ്.
ജസ്റ്റ് ഒന്ന് കുറയ്ക്കട്ടെ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആ ഒരു ഗ്രീൻ വെച്ചിട്ട് മോളിൽ ചുമ്മാ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ മാത്രം മതിയെങ്കിൽ ഗ്രീൻ മാത്രം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് കിട്ടും. പക്ഷേ എനിക്കൊരു ബ്ലാക്കിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിന് കുറച്ചുകൂടി എടുപ്പ് വരത്തുള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ബ്ലാക്കിൻ്റെ ഐലൈനർ ആദ്യം ഇട്ടിട്ട് അതിൻ്റെ പണ്ടേ കൂടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഐലൈനർ വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ താഴെയും കൂടെ എഴുതാം. അത് നമ്മൾ യൂഷ്വൽ ജെറ്റ് ബ്ലാക്ക് വെച്ചിട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ താഴെ മോഡലൊക്കെ കണ്ണ് എഴുതി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐ ലുക്ക്. ഇനി ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ജസ്റ്റ് നമ്മൾ ആ ഐ പെൻസിൽ വെച്ചിട്ടാണല്ലോ മുകളിൽ എഴുതിയത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു നേരത്തെ ബ്രഷ് എടുത്തിട്ട്, ഇതിലും ചെറിയൊരു ബ്രഷാണ് വേണ്ടത്, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, മറ്റത് കാണാനില്ല. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മോക്കി ലുക്കൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. ചെറുതായിട്ടാണ് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് അതിന് മുകളിൽ അതേ പെൻസിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒന്നും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം എഴുതിയത് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് എന്താ പറയുക, അതിൻ്റെ ഒരു ഷെയ്ഡ് ഒന്ന് ഡിം ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ എഴുതി കൊടുത്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കോൺടൂറിങ് ആണ്. എനിക്ക് കുറച്ച് ഡബിൾ ചിന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒതുക്കാനായിട്ടും പിന്നെ നമ്മുടെ കവളൊന്ന് ചുരുക്കാനായിട്ടും അങ്ങനെ കുറച്ച് മിനുക്ക പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോണ്ടൂറിങ്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മിൽക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കോണ്ടൂറിങ് സ്റ്റിക്കാണ്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. കാരണം നമുക്ക് ശരിക്കും മനസ്സിലാവും, നമ്മുടെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക മാറുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് കഴുത്തിൻ്റെ ഇതിൻ്റെ മുകളിലൂടെ ആൾക്കാർ വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാറില്ല. ഞാൻ എന്താ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കൂടെ ഒരു സ്ട്രോക്ക് ചെയ്യും, മണ്ടേ കൂടെ അടുത്ത സ്ട്രോക്ക് ചെയ്യും. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് വലിഞ്ഞ പോലെ തോന്നുന്നില്ലേ? അതുപോലെ നമ്മൾ പണ്ട് പറയത്തില്ലായിരുന്നു, പൂച്ചയല്ലേ എലി പ്രാർത്ഥിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, അതുപോലെ ഫേസ് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ലിപ്പിൻ്റെ ഈ വരയുന്ന ഈ ഒരു സൈഡിലേക്ക്, അതാണ് നമ്മുടെ ലൈൻ. ആ ലൈനൊരു ഇമാജിനറി ലൈൻ അവിടെ വിചാരിച്ചിട്ട് നമ്മൾ ചെറിയ ലൈൻ വരച്ചു കൊടുക്കുക. ഫുൾ അങ്ങ് വരയ്ക്കേണ്ട, ഒരു പകുതിക്ക് വെച്ച് വരച്ചാൽ മതി. അതുപോലെ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര വലിയ നെറ്റിയാണ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. നെക്സ്റ്റ് ബ്ലഷിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എഗെയിൻ ബെനഫിറ്റിൻ്റെ ടിൻ്റാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു ടിൻ്റാണ്. നന്നായിട്ട് എന്താ പറയുക, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ടിൻ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു ഡെയിലി മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, ബ്ലഷ് ഇടും. അപ്പം ഡെയിലി യൂസ് ചെയ്യുന്നൊരു ബ്ലഷാണിത്. ഇതല്ലാതെ വേറൊരു ബ്ലഷും കൂടെ ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചിങ്ങനെ നമ്മൾ നന്നായിട്ട് മനസ്സറിഞ്ഞിരിക്കുക. ഞാൻ അത് 2 മിനിറ്റ് നേരം അവിടെ വെക്കാറുണ്ട്. നമ്മളങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഞാൻ കൈകൊണ്ട് സ്മഡ്ജ് ചെയ്യാറ്. അപ്പം നമ്മുടെ കയ്യിൽ മൊത്തം പറ്റിപ്പോരും. കണ്ടോ, കൈ ഇങ്ങനെ ചുമന്ന് വരുന്നത് കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അപ്ലൈ ചെയ്യാം, കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡിമ്മാകും. ഇപ്പോൾ കുറച്ച് അധികമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇത് ഡിമ്മായി പൊക്കോളും.
അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്ലഷ് ഇട്ടു, കണ്ണിൻ്റെ എല്ലാ പരിപാടികളെല്ലാം ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഡൺ ആണ്. നമുക്കിനി ലിപ്സ്റ്റിക്ക് കൂടെ ഇടാനുണ്ട്. ഞാൻ ഓൾറെഡി ലിപ് ബാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഷാലറ്റ് ടിൽബറിൻ്റെ ഒരു ലൈറ്റ് ന്യൂഡ് പിങ്ക് വരുന്നൊരു ടോണാണ്. ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. അപ്പം ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ് ലൈനറൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ലിപ് ലൈനർ ഒന്നും ഇല്ലാതെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ് ലൈനറൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ലിപ് ലൈനറൊന്നും യൂസ് ചെയ്തതിൽ ഡയറക്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് മാത്രമാണ് ചെയ്യുന്നത്. ഇതും കൂടെ ഇടുമ്പോഴാണ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏത് സ്റ്റെപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് കളർ കറക്റ്റിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അത് വേണ്ടാന്നാണെങ്കിൽ അത് അങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഐ ലുക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഐലൈനർ ഇട്ടിട്ട് നിങ്ങൾ പോകുവാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ലുക്ക് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് പോപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഷെയ്ഡുള്ള ഐലൈനറും ഐ പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് എൻഹാൻസ് ചെയ്യാം. അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ്. നിങ്ങൾക്ക് ഇതേപോലെ ബ്ലഷ് ആണെങ്കിലും വേണ്ടെന്നാണെങ്കിൽ ബ്ലഷിൻ്റെ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ ബ്ലഷ് ഇടാതിരിക്കാം. ബ്ലഷ് ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് ബ്ലഷ് കുറച്ചും കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട്, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ലുക്കാണിത്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക്? ഞാൻ സാരിയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ബനാറസി സാരിയാണ്. സെറ്റ് സാരീൻ്റെ ബ്ലൗസും ഉണ്ട്. പക്ഷെ അതിന് ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് ഉടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവരാനാണെങ്കിൽ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബ്ലൗസാണ്. അതാണെങ്കിൽ ചെറിയൊരു ഫിറ്റിംഗ് പ്രശ്നം കാരണം അതിടാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നം. നമ്മൾ വിചാരിച്ച സംഭവം നമുക്ക് വിചാരിച്ച പോലെ ഇടാൻ പറ്റത്തില്ല. പിന്നെ നമുക്കത് നാട്ടിലാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. വേറെ ബ്ലൗസ് മേടിക്കുക, അല്ലെങ്കിൽ തയ്പ്പിക്കുക. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഓപ്ഷൻസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്? നമ്മൾ ബ്ലഷൊക്കെ ഇട്ട് വന്നപ്പോൾ കുറച്ചൊന്ന് ഓവറായി പോയില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ സാരിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റാണ്. എനിക്കിത് പെർഫെക്റ്റാണ്. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് കുറച്ച് അധികമായി പോയില്ലേ, ഓവറായില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ എൻ്റെ ഫൈനൽ ലുക്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ അധികം ഹൈലൈറ്റർ ഇട്ടിട്ടില്ല, കാരണം കുറച്ച് ഇതേപോലെ കണ്ടോ ഗ്ലോ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ച് ഒരു ഓയിൽ പ്രൊഡക്ഷൻ വന്നു കഴിയുമ്പോൾ എനിക്കങ്ങനെയാണ്, കുറച്ച് ഗ്ലോയി ആയിട്ട് വരും. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഹൈലൈറ്റർ ഇടാറില്ല. പിന്നെ ഞാനൊരു ജുംക്ക ഇട്ടു, പൊട്ട് തൊട്ടു, കുറച്ച് വളകളൊക്കെ ഇട്ടു. അങ്ങനെ എൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയണം. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഐ മേക്കപ്പ് ആണോ അതോ ലിപ്സ്റ്റിക് ആണോ? ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. ബൈ ബൈ.